ബാറക്മോർ മലങ്കര യാക്കോബായ സുറിയാനി സഭയുടെ അനുഗ്രഹവും അഭിമാനവുമായി പരിശുദ്ധ സഭയ്ക്ക് ദൈവം കനിഞ്ഞു നൽകിയ ശ്രേഷ്ഠ കാതോലിക്ക അബൂൻ മോർ ബസേലിയോസ് ജോസഫ് ബാവ തിരുമനസ്സുകൊണ്ട് UK പാട്രിയർക്കൽ വികാരി അഭിമന്യ പിതാവായ മോർ ഒസ്താത്യോസ് ഐസക് മെത്രാപ്പോലീത്ത തിരുമനസ്സുകൊണ്ട് വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വന്യ കോർപ്പിസ്കോപ്പ അച്ഛൻ, ഏറ്റവും വന്യ വൈദികരെ, കൗൺസിൽ അംഗങ്ങളെ, ഏറ്റവും പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, തമ്പുരാന്റെ നാമത്തിൽ സ്നേഹവന്ദനം. യാക്കോബായ സുറിയാനി സഭയ്ക്ക് UK ഭദ്രാസനം ആയി, അല്ലെങ്കിൽ UK യാക്കോബായ മക്കൾ കടന്നു വന്നിട്ട് ഏകദേശം 30 വർഷത്തോളം ആവുകയാണ്. ഒരു കൊച്ച് നാമ്പായി തുടങ്ങിയ UK യാക്കോബായ കുടുംബങ്ങൾ ഇന്ന് വലിയൊരു 2000 കുടുംബത്തിൻ്റെ അംഗബലമുള്ള വലിയ യാക്കോബായ സഭയായി UK ഇന്ന് മാറ്റപ്പെട്ടത് ദൈവത്തിൻ്റെ വലിയ കരുണയും അനുഗ്രഹവും. അതേപോടൊപ്പം തന്നെ ആ കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ ബാവയായി കടന്നു വന്നിരിക്കുന്ന ജോസഫ് ബാവ ഉൾപ്പെടെ, ബസേലിയസ് ജോസഫ് ബാവ ഉൾപ്പെടെയുള്ളവരുടെ ആ ഒരു നാമ്പ് വീക്ഷണം തീർച്ചയായാണ് ഈ കാണുന്ന വലിയ ജനക്കൂട്ടവും യാക്കോബായ സഭയുടെ സംഗമവും. പ്രിയപ്പെട്ടവരെ, നമുക്കൊത്തിരി സന്തോഷമാണ് അന്ന് തുടങ്ങി വെച്ച അതേ ജോസഫ് ബാവ ഇന്ന് നമ്മുടെ ഒപ്പമായിരിക്കാൻ, ഇന്ന് ആദ്യമായി ഈ ദേശത്തേക്ക് നവാഭിഷിക്തനായി ഒരു കാതോലിക്കയായി ശ്രേഷ്ഠതയോടെ കടന്നു വരുന്ന ഈ ആമത്തിൽ നമുക്ക് അദ്ദേഹത്തെ സ്വീകരിക്കാനും വാഴുകൾ സ്വീകരിക്കാനും സാധിച്ചത് വലിയ അനുഗ്രഹമായി, വലിയ ദൈവിക കൃപയായി കാണുകയാണ്. അഭിമന്യ പിതാവിന് പുത്തൻകുരിശിൽ വെച്ച് വലിയൊരു സ്വീകരണം ആദ്യമായി നൽകപ്പെട്ടപ്പോൾ പരിശുദ്ധ പിതാവ്, ശ്രേഷ്ഠ പിതാവ് നമ്മളോട് കൽപ്പിച്ച ഒരു വാക്ക് ഇങ്ങനെയാണ്: മക്കളെ, സംഘർഷങ്ങളല്ല, സമാധാനമാണ് നമുക്ക് വേണ്ടത്. മീഡിയയിലൂടെ ഒരു ശ്രേഷ്ഠ കാതോലിക്ക ബാവ കടന്നു വന്ന് സംസാരിച്ച വാക്കുകൾ അനേകം മതസ്ഥരത് ഏറ്റെടുത്തു. അനേകം മതങ്ങളിലെ ടീച്ചേഴ്സ്, അല്ലെങ്കിൽ അതിൻ്റെ മുൻനിരയിൽ നിൽക്കുന്ന ആളുകൾ അത് ഏറ്റെടുത്തു. വീണ്ടും അദ്ദേഹം പറഞ്ഞു, നമുക്ക് വ്യവഹാരങ്ങളല്ല വേണ്ടത്, മറിച്ച് പരിഹാരമാണ് വേണ്ടത്. നമുക്കറിയാം, സഭയുടെ ഈ സംഘർഷാവസ്ഥയിൽ വളരെ ശ്രേഷ്ഠതയോടെ, തന്മയത്വത്തോടെ സഭയെ നയിക്കുവാൻ ഉള്ള കൃപയും വായ്പും അദ്ദേഹത്തിനുണ്ട്. ദൈവം അനുമതിയായി കൊടുത്തിട്ടുണ്ട്. വചനം പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തതല്ല. ക്രിസ്തു ശിഷ്യന്മാരെ കുറിച്ച് പറയുന്നു, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തതല്ല, നിങ്ങൾ ഞങ്ങളെ തിരഞ്ഞെടുക്കുകയല്ല, മറിച്ച് ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ്. ദൈവം കനിഞ്ഞ് തിരഞ്ഞെടുത്ത് ഇന്ന് പരിശുദ്ധ സഭയ്ക്കൊരു അമരക്കാരനായി ഈ സഭയെ നയിക്കുവാൻ തക്കവണ്ണം എല്ലാ അനുഗ്രഹവും ആശിസ്സും ദൈവിക കൃപയും കൊടുത്ത് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന അഭിമന്യ പിതാവിന് ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും അനുഗ്രഹങ്ങളും പ്രത്യേകമായി എനിക്ക് നേരാൻ സാധിക്കില്ലെങ്കിലും ഈ ഇടവക മക്കളുടെ അഭിമന്യ പിതാവായ ഒസ്താത്യോസ് തിരുമനസ്സിൻ്റെ നിങ്ങൾ ഓരോരുത്തരും പേരുള്ള എല്ലാ വിധേയത്വവും നിഷ്കളങ്കതയോടെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഈ കടന്നു വന്ന കാര്യങ്ങളിൽ പ്രത്യേകിച്ച് നമുക്കറിയാം, ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ക്രിസ്തു ഒരു ടീച്ചറായിരുന്നു. ഇത് ഒരു ഗുരു എന്നാണ് നമ്മൾ ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്. ഞാൻ എവിടെയോ വായിച്ചത് ഓർക്കുന്നു: പൂർ ടീച്ചർ ടെൽസ്, ആവറേജ് ടീച്ചർ ഡെമോൺസ്ട്രേറ്റ്സ് ആൻഡ് ഗ്രേറ്റ് ടീച്ചർ ഇൻസ്പയർസ്. സ്നേഹമുള്ളവരെ, നമ്മുടെ പിതാവ് അദ്ദേഹത്തിൻ്റെ വചന പാരായണം, അദ്ദേഹത്തിൻ്റെ വചനങ്ങൾ നമ്മോട് കൺവേ ചെയ്യുന്ന രീതികൾ ഒരു ടീച്ചിങ് മെത്തേഡാണ്. നമ്മുടെ ഈ ദിവസങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും. ഒരു ഗുരു മക്കളോട്, ശിഷ്യരോട് എങ്ങനെ സംസാരിക്കുന്നു, ഒരു കാര്യം എങ്ങനെ കൺവേ ചെയ്യുന്നുവോ അത് നമുക്ക് ഇൻസ്പയർസ് ആവുകയാണ്. ഒരു ഗുരുനാഥൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യല്ല, ഒരു ഗുരുനാഥൻ പറയുകയല്ല, മറിച്ച് മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ, നമ്മുടെ ഇടങ്ങളിൽ, നമ്മുടെ ഹൃദയങ്ങളിൽ ഒരു ഇൻസ്പിറേഷനായി മാറ്റപ്പെടുവാൻ സംഗതിയാക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ഈ വലിയ പാഠവും അദ്ദേഹത്തിൻ്റെ പരിശുദ്ധ പിതാവിൻ്റെ ഈ ശ്രേഷ്ഠതയെല്ലാം ഈ പരിശുദ്ധ സഭയ്ക്ക് അനുഗ്രഹമാകട്ടെ. അത് UK യാക്കോബായ സുറിയാനി മക്കൾക്ക് അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ച് തൃപ്പാദം ചുംബിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാത്രിയർക്കൽ വികാരി അഭിമന്യ പിതാവായ ഒസ്താത്യോസ് തിരുമനസ്സുകൊണ്ട് ഈ ദേശത്ത് UK സാന്നിധ്യം ഏറ്റെടുത്തതിന് ശേഷം നമുക്കറിയാം, കാലം ചെയ്ത ശ്രേഷ്ഠബാബ പറയുന്ന പോലെ എഴുന്നേറ്റ ഒരു വലിയ പ്രതീതിയാണെന്ന് UK സഭാമക്കൾക്കുള്ളത്. തീർച്ചയായും ആ പാഠവത്വം
തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ സഭയ്ക്ക് അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിക്കുന്നു. ഞാൻ ഇന്നിവിടെ നിൽക്കാൻ ഇടയായത് ഈ യോഗം, പ്രത്യേകിച്ച് ഈ ഒരു വലിയ സംഗമം അത് ഹോസ്റ്റ് ചെയ്യാനുള്ളൊരു ഭാഗ്യം ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന സെൻറ്റ് ജോസഫ് റെഡ്ഡിച്ച് ഇടവക മുഖാന്തരമായിട്ടാണ്. ആ ഒരു ഭാഗ്യം ലഭിച്ചതുകൊണ്ടാണ് ഞാനും നിൽക്കുന്നത്. ഒത്തിരി സന്തോഷത്തോടെ ബാവ തിരുമനസിനെ അറിയിക്കട്ടെ, ഒത്തിരി മക്കൾ, ആകെ 43 വീട്ടുകാർ മാത്രമുള്ള ഒരു കൊച്ചു ഇടവക ഇത്രയും വലിയ 1500ഓളം വന്ന് ആളുകൾ സംബന്ധിച്ച് ഈ വലിയൊരു ജനസാഗരമായ ഈ ഒരു സംഗമത്തെ ഭംഗിയാക്കി ക്രമീകരിക്കുവാൻ സാധിച്ചത് ആ മക്കളുടെ വലിയ സഹകരണവും സ്നേഹവും കൂട്ടായ്മയും ഉള്ളത് കൊണ്ടാണ്. ആ മക്കളുടെ മുമ്പിൽ എല്ലാ സ്നേഹവും വായ്പും അറിയിച്ച്, എല്ലാ നന്ദി അറിയിച്ച് ഈ അവസരം നൽകിയ ബഹുമാനപ്പെട്ട കൗൺസിൽ അംഗങ്ങളോടും അഭിനന്ദ പിതാക്കന്മാരോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.